ഹലോ ഗൈസ്, ഞാനൊരു സീലിംഗ് ഫാൻ ഓർഡർ ചെയ്ത്. കാര്യം എൻ്റെ വീട്ടിൽ സീലിംഗ് ഫാൻ ഇല്ല. ഞാൻ ഈ ഒരു ടേബിൾ ഫാൻ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ ടേബിൾ ഫാൻ വീഗാർഡിൻ്റെ ടേബിൾ ഫാനാണ്. ഞാൻ വാങ്ങിച്ചപ്പോൾ 4000 രൂപ. ഒരു 3 വർഷം മുമ്പ് വാങ്ങിച്ചതാണ്. അപ്പോൾ കുറേ ദിവസം കൊണ്ട് ഇവിടെ ഭയങ്കര ചൂട്. അപ്പോൾ ഞാൻ ഒരു സീലിംഗ് ഫാൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആറ്റംബർഗിൻ്റെ റെനേസ എൻസെൽ എന്ന് പറയുന്നൊരു മോഡൽ സീലിംഗ് ഫാനും വാങ്ങിച്ചിട്ടുണ്ട്. വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. വെയിറ്റ് സാധനം ഞാൻ ഇവിടെ ഡെലിവറി ചെയ്തപ്പോൾ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ആമസോണിൽ ഡെലിവറി ചെയ്തത്. എൻ്റെ അനിയത്തിയാണ് പോയി എടുത്തുകൊണ്ട് വന്നത്. ഒട്ടും വെയിറ്റ് ഇല്ല. നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം കേട്ടോ. വലിയ അൺബോക്സ് സെറ്റപ്പ് ഒന്നുമില്ല. എൻ്റെ ലുങ്കി ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഞാനിപ്പോൾ ആക്രാന്തം മൂത്തിട്ട് അൺബോക്സ് ചെയ്യുന്നതാണ്. ആക്ച്വലി ഞാനിത് ഓർഡർ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇവിടെ ഫാൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇത് ഇട്ടേ പറ്റുമോ. അതുകൊണ്ട് രാത്രി കിട്ടിയ വാക്കിന് ഞാൻ ആക്രാന്തം മൂത്ത് അൺബോക്സ് ചെയ്യുന്നതാണ് കേട്ടോ. യെസ് ഗൈസ്, കിട്ടി. ഇനി നമുക്ക് കത്തി വേണമല്ലേ. നമ്മൾ ലോ ബഡ്ജറ്റ് അൺബോക്സിങ് ആയതുകൊണ്ട് കത്തിയില്ല. നമുക്കൊരു പിന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കൊള്ളാം. ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ എൻ്റെ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം ഇതുപോലത്തുള്ള ഞാൻ വീട്ടിൽ വാങ്ങിക്കുന്ന കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെറൈറ്റി എക്സ്പെൻസീവ് സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ ഇതാണ് മെയിൻ ബോഡി. ഇത് ഫാനാണ് കേട്ടോ. ഇങ്ങനെ 2 ഐറ്റംസ് ആണ്. ആറ്റംബർഗിൻ്റെ സീലിംഗ് ഫാൻ എന്ന് പറഞ്ഞിട്ട് ഇതാണ് മെയിൻ ബോഡി. നോ റെഗുലേറ്റർ ഫോർ ഒപ്റ്റിമം പെർഫോമൻസ്. അത് റെഗുലേറ്ററിൽ കണക്ട് ചെയ്യരുത് എന്നാണ് പറയുന്നത്. റെഗുലേറ്ററിൽ കണക്ട് ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് തന്നെ നമുക്ക് ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴുള്ളതിനെല്ലാം. ഇത് 1+1 ഇയർ ഓൺ സൈറ്റ് വാറൻറ്റി ഉണ്ട്. എനിക്ക് ആമസോണിൽ 3 ഇയർ വാറൻറ്റി അഡീഷണൽ 1 ഇയർ വാറൻറ്റി രജിസ്ട്രേഷൻ. അപ്പോൾ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. ഹയസ്റ്റ് ആറ്റംബർഗ് നല്ല കമ്പനിയാണെന്ന് തോന്നി. ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആറ്റംബർഗിനെ കുറിച്ച് എനിക്ക് വലിയ മോശമായിട്ടുള്ള അഭിപ്രായം ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ. അതാണ് ഞാൻ പുതിയ വാങ്ങിച്ചപ്പോൾ ഇത് തന്നെ അങ്ങ് വാങ്ങിച്ചത്. കൊള്ളാം. BLDC ഫാനാണ് കേട്ടോ. BLDC നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ സാധാരണ നമ്മുടെ ഫാനുകളുടെയൊക്കെ AC ഫാനുകളാണ്. AC കറണ്ട് ഉപയോഗിച്ചല്ലേ നമ്മുടെ വീടുകളിലൊക്കെ AC കറണ്ടല്ലേ വരുന്നത്. സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അതല്ലാതെ DC മോട്ടറാണിത്. അതായത് AC കറണ്ടിനെ എടുത്ത് കൺവേർട്ട് ചെയ്ത് DC ആക്കിയാണ് യൂസ് ചെയ്യുന്നത്. അത് ലെസ് കറണ്ട് ആയിരിക്കും. അതുപോലെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യും. അതായത് ഒരേ ഫ്രീക്വൻസി ആയിരിക്കും ത്രൂ ഔട്ട് വർക്കിങ്ങിലും ഒരേ ഫ്രീക്വൻസി ആയിരിക്കും ഫാനിന് കിട്ടുന്ന കറണ്ടിൻ്റെ. അതാണ് DC ഫാൻ. അത് കുറച്ച് എഫിഷ്യൻറ്റുമാണ്, പവർ എഫിഷ്യൻറ്റുമാണ്. അതുപോലെ തന്നെ ഫ്രീക്വൻസി കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതാ ആറ്റംബർഗിൻ്റെ ഒരു ഷീറ്റ് വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ പുറത്ത്. എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിലായിരിക്കും രജിസ്റ്റർ വാറണ്ടി ചെയ്യേണ്ടതാണ്. നമുക്ക് ഇവിടെ വയ്ക്കാം, വേണ്ടി വരും. പിന്നെ അതെ നമുക്ക് മെയിൻ സ്റ്റെമ്പുണ്ട്. റിമോട്ട്. ഇതാണ് റിമോട്ട് കേട്ടോ. റിമോട്ട് കൺട്രോൾഡാണ്. നമുക്ക് സീലിംഗിൽ കണക്ട് ചെയ്യാനുള്ള ഐറ്റം ഉണ്ട്. വിത്ത് ബാറ്ററി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പല എന്ത് ആയാലും ബാറ്ററി ഇല്ലാതെ ആണ് വരുന്നത് ഇപ്പോൾ എല്ലാത്തിലും. ഇത് ബാറ്ററി വരുന്നുണ്ട്. കൊള്ളാം. പിന്നെ അതെ ഇതെടുത്ത് ഇവിടെ നിന്ന് എടുക്കുമ്പോൾ കപ്പ്, ആറ്റംബർഗിൻ്റെ കപ്പുണ്ട് കവർ ചെയ്യാനുള്ള. ഇതാണ് ഇതിൻ്റെ മെയിൻ ബോഡി. കണ്ട കുഞ്ഞു സാധനം കേട്ടോ. കുഞ്ഞു സാധനം കൊള്ളാം. ലൈറ്റൊക്കെ കത്തും. കുഞ്ഞു സാധനം ഇഷ്ടപ്പെട്ടു. ഇതാണ് ലീഫ് കേട്ടോ. ഫാൻ്റെ ലീഫാണിത്. ഇത് നമുക്കിങ്ങനെ പൊട്ടിക്കാം. പിന്നെ എവിടെ എൻ്റെ പിന്നാണ് കേട്ടോ എൻ്റെ ആയുധം എപ്പോഴും. ഇവിടെ അങ്ങനെ കത്തി അൺബോക്സിങ് വീഡിയോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കത്തിയൊന്നും വാങ്ങിച്ചു വെച്ചിട്ടില്ല. ഇനി നമുക്കൊരു നൈഫ് വാങ്ങിക്കാം. അൺബോക്സിങ് നൈഫ്. പുറത്തെടുക്കുമ്പോൾ ഇതാണ് 3 ലീഫുണ്ട്. ഗ്ലോസി വൈറ്റ് എന്നാണ് മോഡലിൻ്റെ പേര് കേട്ടോ. ഗ്ലോസി വൈറ്റ്. നല്ല വൈറ്റ് തൂവുള്ള കളറ്. കൊള്ളാം. ചിമുട്ട സാധനം. നമുക്കൊന്ന് അസംബിൾ ചെയ്യാം. ലീഫ് അൺബോക്സിങ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മാത്രം ഒന്ന് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ മാത്രം എല്ലാം ഏകദേശം ഞാൻ വച്ചു. ഇതാണ് ഫാനിൻ്റെ മുകളിൽ ഭാഗം ഇരിക്കുന്നത്. ഇവിടെ എർത്തുണ്ട്. ഇതാണ് ന്യൂട്രും ഫേസും ഉണ്ട്. ഇത് ഫേസ് ന്യൂട്രാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഫിക്സ് ചെയ്തു. ഇനി നമുക്കിത് മുകളിലെടുത്ത് ഫിക്സ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെമ്മ് ഫിക്സ് ചെയ്യേണ്ടത്. കാണാമെന്ന് വിചാരിക്കുന്നു. നമുക്കിങ്ങനെ ഇത് അലൈൻ ചെയ്യണം കേട്ടോ. ഇപ്പുറത്തൊരു സ്ലോട്ടുണ്ട്. ഇതുമായിട്ട് അലൈൻ ചെയ്ത് വയ്ക്കുക. ഇതിൽ കൂടെ വയർ എടുക്കേണ്ടത്. നമുക്ക് എക്സ്ട്രാ മുകളിൽ നിൽക്കുന്ന വയർ നമുക്ക് ഇത് ബാക്കിൽ നിന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പുറ സൈഡിൽ നിന്ന്. ഓക്കെ, ഇപ്പുറ സൈഡിൽ നിന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത് ഇങ്ങനെ വൈബ്രേഷൻ ഇല്ലാതെ സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത് ഇടണം. പിന്നെ ഈ റിങ്ങിട്ട് പിന്നെ ആദ്യത്തെ നട്ട് ഇടാണ്. ഫസ്റ്റ് നട്ട്, സെക്കൻഡ് നട്ട്, ലോക്ക് നട്ട്.
ഈ രണ്ടാമത്തെ നെറ്റിന് ലോക്ക് നെട്ട് എന്ന് പറയുന്നത്. അതായത് മറ്റേ നെറ്റിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് രണ്ടാമത്തെ നെട്ട് ഇടുന്നത്. ഇത് കൂടുതലും നമ്മൾ ടൈറ്റ് ചെയ്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതങ്ങ് ചപ്പും. മുന്നേ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ മുകളിൽ കയറിയതങ്ങ് അറിയാതെ അങ്ങ് ടൈറ്റ് ചെയ്യൂലേ, ഇതങ്ങ് ചപ്പിപ്പോവും ഈ പൈപ്പ് അകത്തിരിക്കുന്നത്. നമുക്കിതേ ഈ ഒരു കപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ലൂസാക്കി വേണ്ട, ഇറങ്ങി ചെറുതന്നെ ലൂസാക്കി കൊടുത്താൽ മതി. പക്ഷേ ഇത് ഇടുന്നതിന് മുന്നേ നമുക്ക് ഇതിനകത്ത് വയർ ഇടണം. ഇങ്ങനെ ഇരിക്കട്ടെ. വയർ ഇടുമ്പോൾ ഇതാണ് ഒരു മെനക്കേട്. ഞാൻ ഇപ്പോൾ എടുത്ത 2.5 സ്ക്വയർ ആണ്. ഇതേ ഇവിടെ ഉള്ളൂ. ഇതൊന്നും വേണ്ടത്. ഈ കിടക്കുന്ന 0.5 സ്ക്വയർ മീറ്റർ ഇട്ടാൽ അത് കുറച്ച് എളുപ്പമായിരുന്നു. ഞാൻ ഇട്ടത് 2.5 സ്ക്വയർ. ഇതാണ് പ്രശ്നം. നമുക്ക് ഇതിനകത്തൂടെ ഇതെടുത്തിട്ട് എൻ്റെ മുകളിൽ കണ്ടോ ഈ ഒരു ഹോളിൽ കൂടി പുറത്തെടുക്കുക. അതിസാഹസികമായി ഇത് പുറത്തോട്ടെടുക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ. കിട്ടി. ഇനി കഷ്ടപ്പെട്ടാൽ എടുത്തത്. വാടാ എടാ വാടാ. ഗൈസ്, ഇതിന് വേറെ എന്തെങ്കിലും എളുപ്പ വഴി നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ. ഗൈസ്, രണ്ടാമത്തത് നമ്മൾ എങ്ങനെയൊക്കെ ഇവിടെ എത്തിച്ച് പിന്നെ മൊത്തത്തിൽ പുറത്തെടുക്കാൻ പറ്റുമെന്നുള്ളത് നോക്കണം. വാടാ പുറത്ത്, ഇവിടേക്ക് വാടാ. ജീവിതകാലത്ത് എനിക്ക് വയർ മാറ്റേണ്ടി വരും. ഈ ടേപ്പ് യൂസ് ചെയ്യരുത്. ഞാൻ വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് മാത്രം എടുത്ത ഒരു ടേപ്പാണ്. ഗായ്സ്, ദേ നമ്മുടെ പുതിയ ആറ്റംബർഗ് ഫാൻ ഇൻസ്റ്റാൾ ചെയ്ത് എനിക്കൊരു അബദ്ധം പറ്റി. ഇതേ ഈ മുകളിൽ ഒരു കപ്പുണ്ട്, അത് വയ്ക്കാൻ പറ്റില്ല. കാര്യം എന്തെന്നാ സംഭവം ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ നമ്മൾ ഒയർ നമ്മൾ മുകളിൽ കൂടെ എടുത്തല്ല, ആ ഒയർ ഇടുന്നതിന് മുന്നേ ആ കപ്പ് ഇടണമായിരുന്നു. എൻ്റെ അബദ്ധം പറ്റി. വലിയ ഒയറായതുകൊണ്ട് പിന്നെ അത് എടുക്കുന്ന മെനക്കേടാണ്. പോട്ടെ, പേഴ്സണൽ യൂസ് ചെയ്യുന്നില്ല, അവിടെ ഇരുന്നോട്ടെ എന്ന് വെച്ച് അത് അവിടെ വച്ചിട്ടുണ്ട്. ഇത് ലീവ് ചെയ്തിട്ടുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും മാറ്റാം. ഇത് ഇതുപോലത്തെ വൈറ്റ് കളറാണ് ചൂസ് ചെയ്തത്. കാര്യം ഇവിടെ മൊത്തത്തിൽ ഒരു വൈറ്റ് കളർ അടിക്കാൻ പ്ലാൻ ഉണ്ട്. അതുകൊണ്ടാണ് വൈറ്റ് കളർ ചൂസ് ചെയ്തത്. ഇതാണ് ഇതിൻ്റെ റിമോട്ട് കണ്ടോ. അതിനകത്ത് ഇത്രയും മോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പീഡുണ്ട്. നമ്മുടെ ഇത് ബി എന്താണ്, ബി ഇങ്ങനെ ബാക്ക്വേഡ്സ് കറങ്ങും കേട്ടാ. ബി ബാക്ക്വേഡ്സ് കറങ്ങും, അതായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ ഒന്നുകൂടെ ബി അടിച്ചാൽ ഒന്നും പറ്റുന്നില്ല. എന്തായാലും കൊള്ളാം. ഫുൾ സ്പീഡിൽ കറങ്ങുന്നുണ്ട്. 5 സ്പീഡ് കാണിക്കുന്നതിനാണ് 5 ലൈറ്റ് ഉള്ളതെന്നാണ് തോന്നുന്നത്. ഫുൾ സ്പീഡ് കേട്ടോ. ബി അടിച്ചാൽ 6th സ്പീഡാണ് കേട്ടോ. ബി അടിച്ചാൽ 6th സ്പീഡാണ്. കാരണം 5 അടിച്ചു കഴിഞ്ഞാൽ ഇത് 5 ലൈറ്റേ ഉള്ളൂ. ബി അടിക്കുമ്പോഴാണ് 6 ലൈറ്റും കത്തുന്നത്. ബി ഫുൾ സ്പീഡ്. ഓക്കെ, എന്തായാലും കൊള്ളാം കേട്ടോ. ഇപ്പോൾ നേരത്തെ ഞാൻ നോക്കിയപ്പം വിചാരിച്ച പോലെ കാറ്റില്ലായിരുന്നു. ഇപ്പം എന്തേ കാറ്റ് വന്നു. ഞാൻ വിചാരിച്ച പോലെ കാറ്റില്ലല്ലോ, വേസ്റ്റ് ആയോ എന്ന് വിചാരിച്ചത്. ഇപ്പോഴാണ് 6th സ്പീഡ് ഇപ്പോഴാണ് കിട്ടിയത്. എന്തായാലും കൊള്ളാം. ആറ്റംബർഗ് റെനേസ എസെൻ്റ് അങ്ങനെ എന്തോ ഒരു പേരാണ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആറ്റംബർഗ്. എന്തായാലും കൊള്ളാം. ഞാൻ കുറച്ച് യൂസ് ചെയ്ത് നോക്കിയട്ടെ. ഫസ്റ്റ് ഇംപ്രഷൻ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. 3300. കാര്യം ഈ വലിയ സ്റ്റാറ്റിക് ഫാന് 4000 രൂപയായിരുന്നു. ഇതാകുമ്പം ആ ഒരു ചൂട് മാറി കിട്ടും. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തൊരു അൺബോക്സിങ് വീഡിയോ പ്രൊഡക്റ്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ പുതിയ വീഡിയോസ് കാണാം. ഷോർട്സും ലൈവും എല്ലാവരും ചെക്ക് ചെയ്യണം. ഒന്ന് മാത്രം ചെക്ക് ചെയ്തിട്ട് പോവരുത് പ്ലീസ്. അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു.